ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നിഖില ചേച്ചി. അപ്പോൾ നിഖില ചേച്ചി മാരീഡ് അല്ലെ സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാരീഡ് അല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ണിച്ചേട്ടൻ കണക്ക് അത് ഇടക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസിലടക്കം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും? അപ്പോൾ നിഖില ചേച്ചി ആസ് ആൻ ആക്ട്രസ് ഇത്രത്തോളം വളരെ തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ കഴിക്കില്ല എന്ന് പറയുന്നത് തഗ്ഗായിട്ടുള്ള മറുപടി അല്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ചോദിച്ച പോയിന്റ് വേറെയാണ്. ഞാൻ പറയുന്നത് തഗ്ഗാക്കുന്നത് നിങ്ങളാണ്. ഞാൻ ശരിക്കും പറയുന്നത് മറുപടിയാണ്. എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരോടും പറയില്ല കല്യാണം കഴിക്കേണ്ടെന്നോ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയി പോകുന്നൊന്നും പറയും. എനിക്ക് ഇപ്പം ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. യെസ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ആ ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. അല്ല പടം കണ്ടിട്ട് അപ്പോൾ അല്ല അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു. ഈ പടത്തിന് വരുന്ന വിമർശനം നിങ്ങളെങ്ങനെ അഭിമുഖീകരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? അല്ല നിഖില ചേച്ചി ഫസ്റ്റ് പറ. നിഖില ചേച്ചിയുടെ പെർസ്പെക്റ്റീവ്. എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഒരു സിനിമയാണ് നിഖില ചേച്ചിയുടെ പെർസ്പെക്റ്റീവ് ഫസ്റ്റ്. എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ അതിൽ പറയുന്നത് പോലെ അവരുടെ ചോയ്സാണ്. അവർക്ക് കുട്ടികൾ വേണോ, ഏത് സമയത്ത് കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അമ്മയാവാൻ, ഞാൻ പ്രിപ്പയർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ എന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ്. എനിക്ക് സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്കും താല്പര്യമില്ല. ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ്. അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ അപ്പം എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട്, കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ഫാമിലീസിന് അതിൽ കാണിക്കുന്നുണ്ട്. ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കിയത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എന്നിലേക്ക് എത്തി. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇറ്റ് റെഡ് ദാറ്റ് ഒരു കുട്ടി അമ്മയോട് ചോദിക്കണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജന്മീൻ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ പിന്നീട് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണുന്നില്ലേ എന്ന്. ആൻഡ് ദാറ്റ് വാസ് സംതിങ്, എന്താ പറയുക, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, അച്ഛൻ അമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ, ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേപ്പടിയാൻ, മാളികപ്പുറം, ഷഫീഖ് സന്തോഷം, ഈ ജയഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, സജീവിനും ഫീൽ ചെയ്തു, അതിലൂടെ ഇരിക്കുന്ന എനിക്കില്ല പിന്നെ എല്ലാവർക്കും. അപ്പോൾ സിനിമ ഈ 21-ാം തീയതി റിലീസായതിനാണ് ഫാന്റാസ്റ്റിക് റെസ്പോൺസ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു. ആൻഡ് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി. ഇത് ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ആക്ഷൻ സിനിമകളെന്ന് പറഞ്ഞാൽ ഒരു പടമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് ഒരു കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ
മിസ്റ്റർ YB രാജേഷ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സജീവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഓൾ ഗെറ്റ് ടുഗദർ ഈ സിനിമ സംഭവിച്ചു. സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, വാട്ട് ഈസ് ദ റീസൺ ഓഫ് ചൂസിങ്. പ്രതികരണം. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതിൽ. പിന്നെ ഗോവിന്ദ് പറഞ്ഞതുപോലെ February 21 റിലീസായി ഗെറ്റ് സെറ്റ് ബേബി. നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നത്. കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സും ഒക്കെ പോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അമ്മമാർ ഒരുപാട് പേര് സംസാരിച്ചു. സ്ത്രീകൾ, പറയുന്ന കുട്ടികൾക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് വേണം, അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളെപ്പോലെ അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിലുപരിയായിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടം ഉണ്ണി മൂന്നിൻ്റെ കൂടെ ചേർന്ന് ചെയ്തതിൽ വളരെയധികം സന്തോഷവാനാണ്. ഒരുപാട് ഫാമിലി സ്ത്രീകൾ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട്. ഈ ചിത്രം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉണ്ണി പറഞ്ഞതിനെ ആഡ് ചെയ്ത് പറയുകയാണ്, അച്ഛൻ, അമ്മ, കുടുംബം, ഈ വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളിലോട്ട് ഈ ചിത്രം എത്തിക്കണം. മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ഹായ് സർ, ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ളൊരു സിനിമയിലേക്ക് പെർട്ടിക്കുലറായിട്ട് ഉണ്ണി മുകുന്ദനെയും നിഖില വിമലിനെയും കാസ്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന് പറയാമോ? ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ണി ഇതിൽ കാസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉണ്ണി ഇതിലേക്ക് സഹകരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിനുണ്ടായ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി നിഖിലയും എന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കോമ്പിനേഷനായിരുന്നു. ഞാനിവരുടെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ ഒന്നിച്ചെന്ന് സംസാരിക്കുന്ന ഒരു റീൽ വൈറലായിരുന്നത്. പിന്നെ നിഖിലിനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ശേഷം നിഖിലയോട് സംസാരിച്ചു. നിഖിലിനും കഥ വർക്കൗട്ടായി. അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യപ്പെട്ടു. എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എന്തായിരുന്നു ഇവരുടെ മുഖഭാവങ്ങൾ, എന്തായിരുന്നു ഇവരുടെ റെസ്പോൺസ്? ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യം. സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അത്രയും വയലന്റ് ഒരു ചിത്രത്തിന് നമുക്ക് ഇയാളൊരു ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് തോന്നിയ ചിത്രമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ഇച്ചിരി കൂടെ ലവിങ് ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെ. ആ ഒരു യാത്ര എങ്ങനെയാണ്? ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറവും മേപ്പടിയാനൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്തൊരു നടനുമാണ്. അപ്പൊ പിന്നീട് ഒരു പീക്ക് പിന്നീട് ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര അതാണ്. ബ്രദർ, ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ് സെറ്റ് ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റാക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ് സെറ്റ് ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാനിനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സഡൻ ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ്. ദാറ്റ് ഈസ് സജീവും പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്റ്റ് ആവുന്ന കഥകൾ, ഇപ്പോൾ YB എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ
ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമയുണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടി. തീർച്ചയായിട്ടും മോഹൻലാൽ സാറിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഈ പടം തുടങ്ങിയത്. പിന്നെ ഉണ്ണി മൂന്നൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ എനിക്കൊരു 12-13 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. ഉണ്ണിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പടം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. ലാൽ സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഉണ്ണി മൂന്നിനൊരു പടം ചെയ്തു. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഓക്കെ, അപ്പം നിഷ്കളങ്കതയ്ക്ക് ഒരു വിലയുണ്ടെന്ന് പറയുന്നില്ല. ഉണ്ണി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കില്ലേ, ഇങ്ങനെയൊക്കെയാണല്ലേ, കാരണം അയാൾക്ക് അതിൻ്റെ പല കാര്യങ്ങളും അറിയില്ല എന്ന് യാഥാർത്ഥ്യം ഞാനിവിടെ തുറന്നു പറയുന്നു എല്ലാവരും. ഓക്കെ, ഇപ്പോഴാണ് അതൊക്കെ പുള്ളി പഠിച്ചത്. ഒരു ബാച്ചിലറിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. കൊടുത്തൊരു വിമർശനം കുട്ടികളുണ്ടാവാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ്സ് ചെയ്തോ എന്ന് തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിമർശനത്തിന് എന്താണ് മറുപടി? വിമർശനത്തിന് നമ്മൾ മറുപടി കൊടുത്തോളന്നില്ലല്ലോ. അത് ഒരാൾ അയാളുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ളതല്ല ഈ സിനിമയുടെ മെയിൻ. അതൊരു സെറ്റിംഗ് ആണ്. ഇപ്പം IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടർ ഉണ്ണി പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി, ഡെലിവറി, കുട്ടികളുണ്ടാവൽ, അതിൻ്റെ സൊസൈറ്റൽ പ്രഷർ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ പറയുന്ന കഥ ഈ പറഞ്ഞ നേരത്തെ ഇവർ തുടങ്ങി വെച്ച പോലെ അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, ഈ റിലേഷൻഷിപ്സ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസുമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഒരു മകൻ അമ്മയോടുള്ള അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. ഇപ്പോൾ ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. അങ്ങനെ താങ്ക് യു. സബ്ജക്റ്റൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ താരങ്ങൾ അമിത പ്രതിഫലമാകുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല എന്നാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ പ്രൊഡ്യൂസർ ഇപ്പം നമുക്കറിയാം, ആർക്കും പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ചൊരു പ്രൊഡ്യൂസർ കൂടെയാണ്. ഇപ്പം എന്താ താരങ്ങൾ യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പം മാർക്കോ നമുക്ക് കണ്ടാൽ അറിയാം, അതിന്റെ ആ സ്റ്റെയർ കേസ് സീനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിന് ആ സിനിമ അറിയുന്ന ഒരു നടക്കുന്ന അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. മീൻസ് അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത്? ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിളാണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതെൻ്റെ ഒരു മൈ റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയുന്നു, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, ഇതെൻ്റെ അവകാശങ്ങളാണ്. എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറിനും. അതില്ല, എൻ്റെ മാത്രമല്ല എല്ലാവർക്കും. ഐ തിങ്ക് അത് ഐ ഡോണ്ട് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. അത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഇതിലൊരു റൂൾ ബുക്കില്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല. പ്രൊഡക്ഷൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്, അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം നിഖില, എല്ലാവരും ആക്ടിങ്, വാട്ട് എവർ ഇട്ട് ഏത് പ്രൊഫഷൻ ആണെങ്കിലും.
സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാലങ്ങളായിട്ട്, ഒരു 5 വർഷമായിട്ട് പറയുന്നത്. സോ നിഖിലയുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നതാണോ? ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാമെന്ന് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നല്ലല്ലോ പറയുന്നത്. പറഞ്ഞതുപോലെ അവരൊരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു, എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല. അവരുടെ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നതിൽ നല്ലത് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പ്ലാനില്ല? പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇല്ല. എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്, പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്കത് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ. അവരുടെ വീട്ടിലെ പേരാണ് യശോദ എന്ന മൂവിയിൽ കോർ ഇതല്ല എങ്കിലും കണ്ടന്റ്, പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് IVF ആയിരുന്നല്ലോ. അപ്പോൾ അതും ഇത് തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു? ഇല്ല മാം, എനിക്ക് നിങ്ങളിപ്പോൾ എടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതൊരു ജോബ് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ. യശോദയിൽ നമ്മൾ വേറെ കൈൻഡ് ഓഫ് സർവീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇതൊരു മെയിൻ ഗൈനക്കായിട്ട് ഞാൻ സിനിമയിൽ വന്നത് കറക്റ്റാണ്. പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ ടോട്ടലി രണ്ട് സിനിമയായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. കണക്ഷൻ ഒന്നും തോന്നുന്നില്ല. അത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണോ? ഉണ്ണിയേട്ടാ, നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ഓൺ ദ മൂവി ആയിട്ട് ആദ്യമേ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഈ കഥ പറയുന്നത് കുട്ടികൾ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവം മാത്രമേ. ഇത് പല ആൾക്കാരും പറഞ്ഞു, അല്ലെങ്കിൽ പേരെടുത്ത് പറയാം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ് കേസരി. ആ സിനിമ കാണാതെ പല കാര്യങ്ങളും പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ എത്തുന്നത്. അപ്പം നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ. അപ്പം നിങ്ങൾ എന്നിട്ട് നമ്മളോട് പറയൂ എന്താണ് ഈ സിനിമയിൽ പറയുന്നത്. കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സിനിമയല്ല കേസരി ബേബി. ഓക്കെ, അതെല്ലാവരും ദയവ് ചെയ്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു. തുടക്കം മുതലേ തുടക്കം മുതൽ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതെന്താ പറയുക, നമ്മളിത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അത്യാവശ്യം ഹോസ്പിറ്റലുകളും മറ്റൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഡൾ സ്പേസ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഭയങ്കര ഹാപ്പി ഫീലിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഓൺലി കുട്ടി ജനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂഷ്വലി ഒരു ഹോസ്പിറ്റലിൻ്റെ കഥ പറയുമ്പോൾ അത് ഈ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അതിന് ബാലൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കളർ പാലറ്റിൻ്റെ ഉദ്ദേശം. ആൻഡ് അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ സജീവമായിട്ടും പ്രൊഡ്യൂസേഴ്സാണ് ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തോന്നുള്ളത് സജീവരോടാണ് ചോദിക്കുന്നത്. സജീവ് ഒരു പുതിയൊരു പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്ത് എന്തിനും എന്തായിരുന്നാലും മുടക്കിയ പൈസ കളർ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. കാരണം ഈ പടം എന്താ പറയുക, ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര കളർഫുള്ളായിട്ട് മലയാള സിനിമയിൽ ഒരു ഫാമിലി പടം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാംസ്കാരിക അപ്രീസിയേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഉണ്ണിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതെല്ലാം. നിഖിലെ സംബന്ധിച്ചിടത്തോളം പടങ്ങൾ ചർച്ചയായിരുന്നാലും ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പം ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം ക്ലോസ് ചെയ്തിട്ട് ആരും ഇതിനെ, അതേ എനിക്ക് പറയാനുള്ളൂ. അത് ഒരു പുതിയ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയണം. മലയാള സിനിമയിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയാമല്ലോ. സിനിമ കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ. ഞാനും ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ടതാണ് ഒരു മാസത്തിന്. ഓക്കെ, അപ്പം നിങ്ങൾ അതിനുള്ള ഒരു എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക. പ്രൊഡ്യൂസർ സാർ, ഞാനങ്ങനെ ഒരു
ഞാൻ അങ്ങനെ ഒരു വിമർശനം മറ്റൊരാളുടെയാണ് പറഞ്ഞത്. അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ, ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനൊരു വിമർശനം കണ്ടു. ശരിക്കും ആ വിമർശനം ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് പറഞ്ഞൊരു ഉണ്ണി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ്. ഇതാണ് അതിനുള്ളത്. ഇപ്പൊ ഞാൻ 38 വയസ്സായി. ഇന്നും ഈ സമയത്ത് ഞാൻ ലാൽ സാറിനോട് വല്ല തിരക്കിലൂടെ കാര്യങ്ങളോട് നടക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരു 8 മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അവരുള്ളപ്പോഴേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റുന്നത്. അപ്പൊ ആ വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും, അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, ബാക്കിയുള്ളവരെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ. ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അപ്പൊ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പൊ ശകുനം മുടക്കി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രേക്ഷകരെ മുടക്കി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് എൻ്റെ അവരുടെ എങ്ങനെയുണ്ടെങ്കിലും ചോദിക്കാറില്ല. എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ്, എടാ എനിക്കത് വർക്കായി, നീ പോയി കണ്ടു നോക്കൂ എന്നേ പറയുന്നത്. അതാണ് എൻ്റെ മാന്യത. അല്ലെ, എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിൻ്റെ റെസ്പെക്ട്. മ്യൂച്വൽ റെസ്പെക്ട് എന്ന കാര്യം എല്ലാ ഫീൽഡിലുള്ളതാണ്. അതാണ് എൻ്റെ ഉത്തരം. ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞില്ല. ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട്. അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ്. ഓക്കെ, പെട്ടെന്ന് ഒരു വിമർശനം അല്ലെങ്കിൽ പ്രകോപിതനാകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് തോന്നി. പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വിമർശനം പേടിയുണ്ടോ? പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നം, പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം. അത് സസ്പെൻസ് ആയിട്ട് കിട്ടും. പേടി ഉള്ളതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ വീഡിയോ ശരിക്കും മുനിമോഹന്റെ കമ്പനി റിമൂവ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു. അല്ല, ബ്രദറിന് അങ്ങനെ തോന്നുകയാണ് എനിക്ക് പേടിയില്ലെങ്കിൽ പേടിയില്ല. ബ്രദർ തോന്നാന്ന് പേടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. Okay, next question. Last question. Last question. അങ്ങനെ ഒരു സംഭവം രാജുവേട്ടന് ശേഷം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായി കാണാൻ സാധിക്കും. അത് റീജിയണൽ ലാംഗ്വേജിലുള്ള പടമാണ്. അപ്പോൾ അതെത്രത്തോളം സ്പെഷ്യലാണ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടനാണെന്ന് അറിയത്തില്ല. ഹെഡ്സെറ്റ് ബേബി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് വിനീത് ഗോവിന്ദനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണിയുടെ കൂടെയും ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല, ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉണ്ണി വളരെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു. ആ റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത് സന്തോഷം. ഉണ്ണിയേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഉണ്ണി മുകുന്ദനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ 6ാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ? അതൊരു
ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആയിട്ട് സിനിമനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബ്രദർ, ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല. ലൈക്ക് നമ്മൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത്, ഇപ്പോൾ ഗെറ്റ്സ് എ ബേബി കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തത്. റിലീസ് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ. അതൊരു ടെക്നിക്കൽ റീസണാണ്. നമുക്ക് അങ്ങനെ ആയിപ്പോയി, അതും പ്ലാൻഡ് അല്ല. നെക്സ്റ്റ് 1-2 പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെയായി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലുമില്ല, പ്രൊഫഷണൽ തീരുമാനങ്ങളും ഇല്ല. ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ. ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട്. ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ബിക്കോസ് അത് ഗെറ്റ്സ് എ ബേബിയിലും ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നല്ലൊരു സ്ട്രെസ്സാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത സിനിമ ഏതാണ്, ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ച് ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യുക, ഞാൻ ഒരു സ്ഥലത്ത് പോലും മാർക്കോ ഇസ് എ പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല. ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ട്രാവൽ ചെയ്യും. ഗെറ്റ്സ് എ ബേബി ഇസ് എ ബിഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. പക്ഷെ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റീമേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗെറ്റ്സ് എ ബേബി എന്നൊരു മലയാള സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി. ബിക്കോസ് ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ IVF സെറോഗസി ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആവില്ല. അപ്പോൾ ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ഈ സിനിമയ്ക്കുണ്ട്. ഇപ്പോഴും ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറ്റുന്ന പോലെ നിങ്ങളെല്ലാവരും ഗെറ്റ്സ് എ ബേബി എന്ന സിനിമ ഒന്ന് പോയി കാണണം. കണ്ടിട്ട് ഷെയർ യുവർ ഫീഡ്ബാക്ക്. ബിക്കോസ് ഈ പ്രസ് മീറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയായിരുന്നു ഈ സിനിമ എന്താണെന്നും ഫാമിലീസിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അത് ഈ മെസ്സേജ് ഒന്ന് കൃത്യമായിട്ട് എത്തിക്കാം ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. യു വാച്ച് വിത്ത് ദ ഫാമിലി ഓൺലി. നിങ്ങളുടെ അഭിപ്രായമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ. അത് യെസ്, താങ്ക് യു സോ മച്ച്. One more thing, നമുക്ക് 7 o'clock സ്പെഷ്യൽ ഷോ ഉണ്ട്, PVR Opera ഉണ്ട്. സോ യു ആർ ഓൾ ഇൻവൈറ്റഡ്. അപ്പോൾ വരിക, സിനിമ കാണാം. നമ്മുടെ ആർട്ടിസ്റ്റൊക്കെ നമ്മളെ ജോയിൻ ചെയ്യുന്നത്. പ്ലീസ് താങ്ക് യു.